തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഇനി ഒന്നിനും പോണ്ട. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നോ? ഇത് ഞങ്ങൾ ആണുങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇടപെടണ്ട. മാറിക്കാൻ വേണ്ടടാ, എനിക്കുണ്ടടാ. എടുത്തോണ്ട് പോയി ഇതൊക്കെ. നാണമില്ലടാ നിനക്കൊക്കെ. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുകൊണ്ട് വന്നിരിക്കുക. അങ്ങനെ ഞങ്ങളാരും അവിടെ വേണ്ടടാ, കൂടുതലൊന്നും പറയണ്ട. അടിച്ചൊതുക്കാൻ പറ്റിയില്ലെങ്കിൽ തട്ടിക്കളയടാ. പറയാൻ എളുപ്പമാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങനെ നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ചുറ്റുപൂർവ്വമായിരിക്കണമെന്ന് മാത്രം. എങ്കിലൊരു കുഞ്ഞു പോലും അറിയാൻ പോണില്ല. നിനക്കൊക്കെ കേൾക്കണോ? അന്ന് ഇഞ്ചക്കാടന്റെ തൈ കെട്ടിവെച്ച തൊമ്മിച്ചന്റെ കൊലപാതകമില്ലേ, അത് ചെയ്തതേ ഇഞ്ചക്കാടനല്ല. പിന്നെ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇഞ്ചക്കാടനെ പോലെ മറ്റൊരു ശത്രു കൂടി നമുക്കുണ്ടാകുമായിരുന്നു. തൊമ്മിച്ചൻ. അങ്കിളെ വേണ്ട, ഇനി നീയൊന്നൊരു ചുക്കം ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നീങ്ങിയാ മതി. ഇനി ചാക്കോച്ചത് കളി കളിക്കാൻ പോവുക. ഈ പെരുന്നാളിന് പ്രസിഡന്റ് എഴുന്നള്ളാൻ ഇഞ്ചക്കാടൻ കാണില്ല. രാവിലെ തന്നെ തിരിച്ചെന്നോ? ഇല്ല, ഒന്നുമില്ല. അപ്പച്ചൻ നമ്മുടെ പുറകെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടതാണെന്ന്. എങ്കിൽ പിന്നെ ഇത്രയും സമയമായല്ലോ. നീ വാ. എന്താ കുട്ടി? ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. എന്താ കാര്യം? അവിടെ തനിക്ക് സന്തോഷിക്കാം. ഈ വോട്ട് കമ്പനി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ചാക്കോച്ച ഈ പറയണേ? നിങ്ങളുടെ വീഴ്ച കണ്ട് കൈ ഒട്ടിച്ചിരിക്കാൻ അത്ര മനസാക്ഷിയൊന്നും ഇല്ലാത്തവനല്ല ഞാൻ. തലമുറകളായിട്ടുള്ള വൈരാഗ്യമൊന്നുമില്ല നമ്മൾ തമ്മിൽ. എന്ന് ചുങ്കത്തറയിലെ തൊഴിലാളി ചുങ്കത്തറക്കാരോട് തന്നെ മത്സരിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാ ഇതല്ല. സ്വന്തമായി തുണിക്കട തുടങ്ങാൻ പോണ തീരുമാനം അവസാനം വരെ ഒളിച്ചു വെച്ച് വലിയ സമർത്ഥരാകാൻ നോക്കിയില്ലേ? അന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ പകയാ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ചാക്കോച്ച, തന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ എന്താ വേണ്ടത്? ഇഞ്ചക്കാടൻ മത്തായിയുടെ മരണം അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇനി ഞങ്ങൾ തൃപ്തരാവില്ല. ഒഴിയടാ. ഒരസ്ഥി കഷണത്തിന്റെ തരി പോലും ബാക്കിയുണ്ടാവില്ല. അതാ ഇതിന്റെ ഒരു ഗുണം. അപ്പൊ നമുക്ക് കൊളുത്താം അല്ലേടാ പിള്ളേരെ? അപ്പച്ചൻ പറഞ്ഞതുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. ഇനി എന്താ ചെയ്യണം? അടിച്ചു നേരത്തിനോ?
നിർത്ത്. പിന്നെ അപ്പച്ച ഷെർലി പെട്ടിയൊക്കെ അടുക്കി വെച്ച് വീട്ടിൽ പോവാൻ നിക്ക. എന്താ അവള് പോണ്ടേ? അതല്ല അപ്പച്ച, പറയാനുള്ളത് തുറന്നു പറയടാ. അത് പിന്നെ അമ്മച്ചി പറ. അയ്യോ ഞാൻ പറയത്തില്ല. അന്നക്കുട്ടി നീ പറയും. എനിക്ക് നാണോ? ഞാൻ പറയത്തില്ല. അമ്മച്ചി പറ. മക്കളെ നീ തന്നെ പറയണം. അമ്മച്ചി പറ. അമ്മച്ചി അറിയില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തോലക്കി. അപ്പച്ച ഇവരെല്ലാരും കൂടി പറയുന്നു ഞാൻ ഷെർലിയെ വിവാഹം കഴിക്കണമെന്ന്. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിൽ അല്ലേ? ഇതുവരെ ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് ഞാൻ തുള്ളി. ഇനി ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ എലിക്കുട്ടി? അതന്നെ. ഇതന്നെ. ആ,